ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ കാലമായിട്ട് SSC CGL നോട്ടിഫിക്കേഷൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒടുവിൽ SSCൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. SSC CGLൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് എന്താണ്, മാർച്ച് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കുറച്ച് ലേറ്റായി. അപ്പോൾ ഒടുവിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇതാണ് നോട്ടിഫിക്കേഷൻ. നോക്കിയേ, നമുക്ക് ഓൾറെഡി അപ്ലിക്കേഷൻ ഡേറ്റ്, ദ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ 21 മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22 ജൂൺ വരെയാണ് നമ്മളെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുക. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്തായാലും നിങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു, 22 ജൂൺ വരെ ആയിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കാം. പിന്നെ 23 വരെ ഒരു ദിവസം കൂടി എക്സ്ട്രാ ഉണ്ട് നമ്മുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്ഷൻ വിൻഡോ എന്ന് പറയുന്നത് ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒന്ന് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഡേറ്റിലാണ് എക്സാം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി സമയമില്ല. ഇപ്പോൾ മെയ് ഏതാണ്ട് തീരാനായി, ജൂൺ ജൂലൈ ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 2-3 മാസം. ഓക്കെ, പിന്നെ ഡിസംബറിലായിരിക്കും നമ്മുടെ Tier 2 എക്സാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഓഗസ്റ്റ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു 3 മാസം കൂടി ഉള്ളൂ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് 3-ാമത്തെ മാസം എക്സാമായി. പിന്നെ ഡിസംബറിൽ Tier 2 എക്സാമാണ്. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് ഏതാണ്ട് 12,000-ഓളം, അതായത് 12,256 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ അതിൽ കൂടാം. ഓക്കെ, അപ്പോൾ 12,000-ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടുള്ള, നിങ്ങൾക്ക് പാറ്റേണൊക്കെ അറിയായിരിക്കും, പക്ഷേ ഈ വർഷത്തെ CGL പ്രധാനമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെക്ഷണൽ ടൈമിംഗ് വന്നിട്ടുണ്ട്. അതായത് സാധാരണ നമുക്ക് എക്സാം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. സോ നമ്മൾ എക്സാമിന് നമുക്ക് മാത്സ് കുറച്ച് ടൈം എടുക്കുന്ന ഏരിയയാണ്. സോ നമുക്ക് ലാസ്റ്റത്തേക്ക് മാത്സ് ചിലപ്പോൾ കുറച്ച് സമയം അധികം കൊടുക്കാം. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ പെട്ടെന്ന് ചെയ്താൽ മാത്സിന് കുറച്ച് അധികം സമയം കൊടുക്കാം. പക്ഷേ ഇവിടെ നോക്കിയേ, 1 hour ആണ്. പക്ഷേ അതിൽ എല്ലാ സെക്ഷനും 15 മിനിറ്റാണ്. 15 മിനിറ്റ് എന്ന് പറയുന്നത് മാത്സിന് 15 മിനിറ്റാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 15 മിനിറ്റ് കൊണ്ട് നോക്കി 25 ക്വസ്റ്റ്യൻ, മാത്സിൻ്റെ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ പാറ്റേൺ നോക്കിയാൽ 25 ക്വസ്റ്റ്യൻ ആണ്. എല്ലാ 4 സബ്ജക്റ്റാണ് ഉള്ളത്. റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇത് 4ലും 25 ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നിനും 2 മാർക്ക് വീതം 50 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റ്, ഈ 4 സബ്ജക്റ്റിനും 15 മിനിറ്റാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അത് ഫിനിഷ് ചെയ്യണം. ഒരു പോർഷൻ ഫിനിഷ് ചെയ്യണം, എന്നിട്ട് അടുത്ത പോർഷനിലേക്ക് പോകും. അങ്ങനെയാണ് എക്സാം. അപ്പോൾ മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ 15 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്രയും നല്ല പ്രാക്ടീസ് ചെയ്യണം മാത്സിൽ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. കാരണം ഇത്രയും 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യനാണ് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി Tier 2 ആണെങ്കിലോ, നമ്മുടെ പേപ്പർ 1-ൽ, അതായത് ഇവിടെ നോക്കിയാൽ സെക്ഷൻ A1 ആകുമ്പോൾ നമുക്ക് മാത്സ് ഉണ്ട്, അതുപോലെ റീസണിംഗ് ഉണ്ട്. അപ്പോൾ അത് രണ്ടിനും 30 മിനിറ്റാണ്. ടോട്ടൽ 1 മണിക്കൂറാണുള്ളത്. 1 മണിക്കൂറിൽ 30 മിനിറ്റ് നോക്കിയേ, വിത്ത് സെക്ഷണൽ ടൈമിങ്ങും. സെക്ഷണൽ ടൈമർ എന്ന് പറയുന്നത് 30 മിനിറ്റ് ഫോർ ഈച്ച് സബ്ജക്റ്റ്. 2 സബ്ജക്റ്റിനും 30 മിനിറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയേ 30 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, × 3. സോ ടോട്ടൽ 2ലും 30 ക്വസ്റ്റ്യൻ ആണ്. × 3 ചെയ്യുമ്പോൾ 180 മാർക്കാണ്. അപ്പോൾ അതിൽ മനസ്സിലാക്കണം 30 മിനിറ്റാണുള്ളത്. 30 ക്വസ്റ്റ്യൻ 30 മിനിറ്റാണ് ഉള്ളത്. ഓക്കെ, അതും മനസ്സിലാക്കി വെക്കാം. സെക്ഷണൽ ടൈമിംഗ് ഉണ്ടെന്ന കാര്യം ഓർമ്മ ഇരിക്കണം. പിന്നെ നമ്മുടെ സെക്ഷൻ 2 ആണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. അതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ നോക്കി എത്രയാണുള്ളത്, 40 മിനിറ്റാണ്. കോംപ്രിഹെൻഷൻ അതിന് 40 മിനിറ്റാണുള്ളത്. അതുപോലെ മറ്റേ പാർട്ട് 20 മിനിറ്റാണ് നമുക്കുള്ളത്. ജനറൽ അവയർനെസ്സിനാണെങ്കിൽ 20 മിനിറ്റ്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ നോക്കിയേ, കമ്പ്യൂട്ടർ അതിന് 15 മിനിറ്റ്. ഓക്കെ, 20 ക്വസ്റ്റ്യൻ, 20 × 3 60 മാർക്കാണുള്ളത്. ആ പാറ്റേണൊക്കെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓൾറെഡി നേരത്തെ സെയിം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മാറ്റം വന്നിട്ടില്ല. സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ CBT 1-നാണെങ്കിൽ എല്ലാത്തിനും 4 ടോപ്പിക്ക് സബ്ജക്റ്റിനും 15 മിനിറ്റ് വീതമാണ്. പിന്നെ നോക്കിയേ, പിന്നെ ഡാറ്റ എൻട്രി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ, ജനറൽ പോസ്റ്റിനാണെങ്കിൽ സെക്ഷൻ 1 മാത്രമാണ്, പേപ്പർ 1 മാത്രമാണ്. പിന്നെ JSO അതുപോലത്തെ കാറ്റഗറിക്കൊക്കെ എക്സ്ട്രാ പേപ്പർ കൂടിയുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സും കൂടിയുണ്ട്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ ഫിനാൻസ്, എക്കണോമിക്സ് ഒക്കെ മറ്റു സബ്ജക്റ്റുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുക. ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. പാറ്റേൺ എന്ന് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ ടൈമർ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം ഏജ് ലിമിറ്റാണ്.
ഓക്കെ, ഏജ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് പറയാം പല കാറ്റഗറി, ഇപ്പോൾ ഓഡിറ്റർ അതിനൊക്കെ 27 മതി. പിന്നെന്താ നമ്മുടെ JSON ആണെങ്കിൽ 32, അതായത് ഓഡിറ്റർ അതിനൊക്കെ നമുക്ക് 27 വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഓഡിറ്റർ JSOനൊക്കെ ആണെങ്കിൽ 32 വരെയാണ്. പിന്നെ മറ്റു പല കാറ്റഗറിക്ക് ആണെങ്കിൽ നമ്മൾ ഇൻസ്പെക്ടർ ലെവലിലെ കാറ്റഗറിക്കൊക്കെ ആണെങ്കിൽ 30 വരെയാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ 27 വരെ ഏജ് ലിമിറ്റ് ഉള്ളത് ആണെങ്കിൽ നിങ്ങൾ 2899 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കണം. ഓക്കെ, 2899 മുന്നേ ജനിച്ച ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഏജ് കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കുക. 2899 ശേഷം ജനിച്ച ആൾക്കാർക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ 30 ഏജ് ലിമിറ്റ് ഉള്ളത്, 22-30 വരെ ഏജ് ലിമിറ്റ് ഉള്ളത് 2896 ശേഷം ജനിച്ച ആൾക്കാർക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി 32 ആണെങ്കിൽ, ഓക്കെ, 32 ആണെങ്കിൽ 32 JSON ആണെങ്കിലോ നോക്കി 32 വയസ്സാണ്. 2894 ശേഷം ജനിച്ച ആൾക്കാർക്കാർക്കും JSO അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ OBCക്ക് ആണെങ്കിൽ നിങ്ങൾ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്, SC STക്ക് 5 വർഷമുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ NCL സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ ഫിനാൻഷ്യൽ ഇയറിലെ NCL സർട്ടിഫിക്കറ്റ് ആയിരിക്കണം കേട്ടോ. ഈ ഫിനാൻഷ്യൽ ഇയറിലെ NCL സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ട് തഹസിൽദാർ ഒക്കെയാണ് നമ്മൾ സൈൻ ചെയ്യേണ്ട അതോറിറ്റി ഉള്ളത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. ഇതിൻ്റെ പോസ്റ്റിൻ്റെയും ആ ഡീറ്റെയിൽസ് ഒക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സെക്ഷണൽ ടൈമർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കണം. കാരണം എങ്കിലും മാത്രമേ നിങ്ങൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് SSC CGL PYQ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള PYQs മാക്സിമം ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ എന്താ, കഴിഞ്ഞ വർഷം AD കുട്ടിയാണ് എക്സാം നടത്തിയത്. അപ്പോൾ ആ പാറ്റേൺ ഒക്കെ നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കാം. എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഏതാണ്ട് ആ പാറ്റേൺ തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് CGL PYQ ക്രാഷ് ബാച്ച് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇനി Tier 1 ക്രാഷ് ബാച്ച് ഉണ്ട്. ഓക്കെ, Tier 1 ക്രാഷ് ബാച്ച് ആണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒന്ന് പോസ്റ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ, ഓഗസ്റ്റിലാകുമ്പോഴത്തേക്ക് നമുക്ക് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് Tier 1 എക്സാം എത്തി. ഓക്കെ, അപ്പോൾ ഈ 3 മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റാണ് ഇമ്പോർട്ടൻ്റ്. കീ എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്യുന്നു അതാണ് മാക്സിമം. അതായത് ഇപ്പോൾ നമുക്ക് സെക്ഷണൽ ടൈമറും കൂടെ വന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 25 ക്വസ്റ്റ്യനൊക്കെ മാത്സിൻ്റെ 25 ക്വസ്റ്റ്യൻ നിങ്ങൾ ആ 15 മിനിറ്റ് കൊണ്ട് തീർക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന്, അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് എനിക്ക് ഈ ടൈമിൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഒഴിവാക്കണം, ഏത് കാണുമ്പോൾ തന്നെ ചെയ്യണം, അത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കരുത് കേട്ടോ. ലാസ്റ്റ് ഡേറ്റിലേക്ക് നിങ്ങൾ ഒരിക്കലും ആപ്ലിക്കേഷൻ മാറ്റി വെക്കരുത്. സോ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.